ഓരോ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഓരോ കണ്ടീഷനും ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുകയെന്നും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ മീൻസ് ഏത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു കോഴ്സ് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് യൂഷ്വലി കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സജസ്റ്റ് നമ്മളിപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ന്യൂമോണിയ ഉം, ലങ്സിൽ ബാധിച്ചു. ഇപ്പോൾ കുട്ടി ലങ്സിൽ ബാധിച്ചു, ചുമയുണ്ട്, പനിയുണ്ട്. ഉം, ഉം, ഡോക്ടർ സ്തെത്ത് വെച്ച് നോക്കി മാറ്റങ്ങൾ മനസ്സിലായി. ക്രാക്കൽസ് കഫത്തിൻ്റെ ഒരു സൗണ്ടുകളും വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർക്ക് സ്തെത്ത് വെച്ചാൽ മനസ്സിലാവും. ഉം, ഉം, വലിവ് മനസ്സിലാവും. ഉം, ഉം, അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ന്യൂമോണിയാണ്. ഇനി ഡോക്ടർക്ക് വേണ്ടത് വേണ്ടതെന്ന് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഉം, ഉം. ഒരു എക്സ്റേ എടുക്കണം. ഉം. എക്സ്റേ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളുണ്ട്, കോംപ്ലിക്കേഷൻസ് നോക്കാൻ. ഇപ്പോൾ ഓക്കെ പഴുപ്പ് കൂടിയിട്ട് ലങ്സിൻ്റെ ഒരു ഭാഗം നീര് വന്ന് പഴുപ്പ് വന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എക്സ്റേ എടുത്ത് ബ്ലഡ് കൗണ്ട് നോക്കി ഡോക്ടർക്ക് ഒരു ഉറപ്പായി ഇത് ന്യൂമോണിയാണ്. ഉം, ഉം. കോംപ്ലിക്കേഷൻസ് ഇല്ല. കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ ട്യൂബ് ഇട്ട് പഴുപ്പ് കളയുന്ന ആ പരിപാടികളൊന്നും ആയിട്ടില്ല. ഓക്കെ. ഡോക്ടർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആയിരിക്കും. ആ ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് കുട്ടീനെ പ്രോഗ്രഷൻ നോക്കും. ഉം. 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് ഫോളോ അപ്പിന് വിളിക്കും. ഡോക്ടർ ഒന്ന് കാണാൻ പറയും. ഉം, ഒ പി വൈസ് ചികിത്സ. ഓക്കെ. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടിയുടെ പ്രോഗ്രഷൻ എങ്ങനെയാണ് നോക്കും. ഉം, ഉം. പടച്ചമ്പരം എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അതെ അതെ. അപ്പോൾ എങ്ങനെ മറ്റന്നാൾ കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് കുട്ടീനെ ഫോളോ അപ്പ്, കുട്ടിയുടെ മരുന്നുകൊണ്ട് പ്രതികരിച്ചോ, ഓക്കെ ഓക്കെ കുട്ടിയുടെ അസുഖം ശരിയായോ, ഓക്കെ. കുട്ടി ഭക്ഷണം കഴിച്ചോ, കുട്ടി പഴയ മാതിരി കളിച്ചു ആക്റ്റീവ് തുടങ്ങിയോ, ആയിണ്ടോ ചിരിച്ചു തുടങ്ങിയോ, ഇത് നോക്കാൻ ഡോക്ടർ 2 ദിവസം കഴിഞ്ഞ് വിളിക്കും. വരാൻ പറയും. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലായി ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയി. ഉം, ഉം, അവിടെ ഡോക്ടർ പറഞ്ഞ അഡ്മിഷൻ വേണം, ആൻറ്റിബയോട്ടിക്കുകൾ വേണം, IV വേണം, നിരീക്ഷണം നിർബന്ധം. ഉം, ഉം. സിസ്റ്റർമാരുടെ ഇടയിൽ ചിലപ്പോൾ ആവിടിക്കാൻ പറയും. ഓക്കെ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഭാഗത്തുകൂടി ഡോക്ടർ പോകും. ഓ. അതല്ല, ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബെറ്ററാണ്. ഉം. ആ ഡോക്ടർ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കും. ഓക്കെ ആ നിർദ്ദേശം ന്യൂമോണിയ ആണെങ്കിൽ 5 to 7 days. ഞാൻ ഓ- ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഓക്കെ. ചികിത്സാ രീതിയാണ് പറഞ്ഞത്. ഉം, ഉം. 5 to 7 days, 5 ദിവസം മുതൽ 7 ദിവസം വരെ ഡിപ്പെൻഡിങ്. അതേസമയത്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 ദിവസം മുതൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും. 10 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ഓക്കെ ഓക്കെ. ലങ് ആപ്സസ് അങ്ങനത്തെ കാര്യങ്ങൾ, ഉം, വല്ല എഫ്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ 10 days ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇത് ഏത് രീതിയിലും കൊടുക്കാം. ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം, 5 days കൊടുക്കാം. നമ്മുടെ നാട്ടിൽ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം ആൾക്കാർ. അതെ അതെ. ടെമ്പറേച്ചർ നാളെ മാറുന്ന ഇതായാല് ഡോക്ടർ ഉള്ളിലെന്താന്ന് അറിയുന്നില്ല. ഒരാധാരം ഇപ്പോൾ നമ്മളെല്ലാം കോംപ്ലിക്കേഷൻസ് കണ്ടിട്ട് കുട്ടീനെ കണ്ടിട്ട് നമ്മൾ അഡ്മിറ്റ് പറഞ്ഞാൽ അപ്പോൾ പറയും ഇല്ല വീട്ടിൽ കുഴപ്പമില്ല. മൂത്ത കുട്ടിയുണ്ട്, അതെ. അപ്പുറത്തൊരു കല്യാണമുണ്ട്. വീട്ടില് പ്രായമായ ആളുണ്ട്. ഇതാണ് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഡയലോഗ്. ഡയലോഗ് ഞാൻ എപ്പോഴും പറയുന്ന ഉമ്മമാരോട് പറയും, എനിക്ക് ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം മാത്രമേ മാത്രമേ അറിയുള്ളൂ, അറിയുള്ളൂ. എനിക്ക് നിങ്ങളെ വീട്ടിലത്തെ കാര്യം ഇപ്പം അറിയണ്ട, നാളെ കല്യാണമല്ലേ എനിക്കും അറിയണ്ട. അതെ അതെ. നമ്മള് അപ്പോൾ ഡീൽ അതാണ് ചെയ്യുന്ന പേഷ്യൻസിന്റെ നമ്മുടെ കാര്യമാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറേ വിഷമിക്കാറുണ്ട്. അവരെ ചിലവർ കാര്യങ്ങളൊക്കെ ആ മനസ്സിലാക്കി. മരുന്ന് 3 ദിവസത്തെ മരുന്നേ കിട്ടുള്ളൂ, രണ്ടാമത്തെ ഒരു ബോട്ടിൽ മേടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് തീർന്നു പോയി, അത് തട്ടിപ്പോയി ഓക്കെ. ഇങ്ങനെല്ലാം പറയുന്ന ആൾക്കാരാണ്. എക്സ്ക്യൂസുകൾ അപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം അത് ആ കോഴ്സ് കംപ്ലീറ്റ്. അപ്പോൾ രണ്ടാമത് ന്യൂമോണിയയുടെ പറഞ്ഞു. ഇനി ചെവിയിലെ പഴുപ്പ്. ചെവിയിലെ പഴുപ്പ് പറഞ്ഞാൽ 7 ദിവസം മിനിമം കൊടുക്കണം ആൻറ്റിബയോട്ടിക്. ആന്റിബയോട്ടിക്സ്. ഓക്കെ. പിന്നെ 10 days അത് വീണ്ടും റിക്കറൻറ്റ് വരാതിരിക്കണം. അതിന് അവിടെ ചെവി പൊട്ടിയൊലിക്കുകയാണെങ്കിൽ 10 ദിവസം മുതൽ 14 ദിവസം വരെ കൊടുക്കണം ആൻറ്റിബയോട്ടിക്. ഈ കുപ്പിയുടെ എണ്ണ അല്ല, അല്ല ഡോസ്. ദിവസക്കണക്കാണ്. ഓക്കെ ഓക്കെ. കുപ്പി ചിലപ്പോൾ തെന്നിപ്പോവും, ആഹാ. അല്ലെങ്കിൽ കുട്ടി തുപ്പിപ്പോവും, ആ. ഛർദ്ദിച്ചു പോവും, വീണ്ടും കൊടുക്കേണ്ടി വരും, വീണ്ടും പേടിക്കേണ്ടി വരും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് നിർബന്ധമാണ്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഉം. വൈറൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്കിന് ആവശ്യമില്ല, ആവശ്യം വരില്ല. അത് താനേ മാറും. ഞാൻ ചികിത്സിച്ചാലും ആര് ചികിത്സിച്ചാലും മാറും. പക്ഷേ ബുദ്ധിമുട്ടുകൾ കാണാൻ വേണ്ടി ഡോക്ടറെ കാണിക്കണം. കണ്ടെത്തേണ്ടതുണ്ട്. മനസ്സിലായോ? ഓ. പിന്നെ അടുത്തതാണ് നമ്മുടെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും. മലേറിയ, ഉം, ഉം. കുറേ അസുഖങ്ങൾ, മലേറിയ മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൻറ്റിബയോട്ടിക് അല്ല, അത് ആൻറ്റി പാരസൈറ്റിക് ഡ്രഗ്സ് ഉണ്ട്. ഉം, ഉം. അത് മനസ്സിലാക്കി ഡോക്ടർ മനസ്സിലാക്കും, ഇത് വൈറലല്ല, ബാക്ടീരിയലല്ല, പാരസൈറ്റിക് ആണ്. അത് വേറൊരു അസുഖം. കണ്ടിട്ട്. പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ വേറെ അസുഖം. ഈ അസുഖമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ അതിനനുസരിച്ച് ചികിത്സ കൊടുക്കും. ഉം, ഉം, ഉം. അത് വേറൊരു തരം. ഓക്കെ മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ.